സാധാരണയായി കണ്ടുവരുന്ന മറ്റൊരു സ്പോർട്സ് ഇഞ്ചുറിയാണ് തോൾ സന്ധിയിലുള്ള തകരാറുകൾ. ഇത്തരം നാഡികൾ വിട്ടുപോകുമ്പോഴും പലപ്പോഴും ഇതിനകത്തുള്ള കാർട്ടിലേജ് ലേബറും ഇത്തരം ഇഞ്ചുറികളിലൂടെയും രോഗിക്ക് വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. പലപ്പോഴും സർജറിയാണ് അതിനൊരു ചികിത്സാ രീതി. ഈ നാഡികൾ പലതും വിട്ടുപോയാൽ അത് അവിടെ ഉറപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. ഈ ശസ്ത്രക്രിയയിലൂടെ രോഗിക്ക് പൂർവ്വസ്ഥിതി പ്രാപിക്കണമെങ്കിൽ റീഹാബിലിറ്റേഷൻ വളരെ പ്രധാനമാണ്. മസിൽ പവർ തിരിച്ചു വരിക, ഈ കൈയുടെ അനക്കം പൂർവ്വസ്ഥിതിയിലുള്ള അനക്കം, കൈ ഇത്രയും പൊങ്ങുക, തിരിയുക, ഇത്തരം അവസ്ഥകൾ തിരിച്ചു കിട്ടാൻ റീഹാബിലിറ്റേഷൻ ചികിത്സാ രീതിയിലേക്ക് പോകേണ്ടതുണ്ട്. തുടക്കത്തിൽ നമ്മളത് പാസീവ് റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയും. രോഗി ഇങ്ങനെ പെൻഡുലം എക്സസൈസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ റൗണ്ട് പെൻഡുലം എന്ന എക്സസൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ സ്റ്റെപ്പ് ലാഡർ എക്സസൈസ് ആണ്. ഇതിൽ രോഗി ഈ തരം സ്റ്റെപ്പുകളിലൂടെ കൈ അമർത്തി ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുമ്പോൾ രോഗി ഈ കൈമുട്ട് മടക്കാതെ ചുമരിന്റെ അടുത്തേക്ക് നീങ്ങി വരികയും മാക്സിമം ലെവൽ എത്തിയതിനു ശേഷം അതേ രീതിയിൽ തന്നെ കൈ ഈ സ്റ്റെപ്പ് ലാഡറിലൂടെ താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ഇതിനെ ഷോൾഡർ പുള്ളി എന്നാണ് പറയുന്നത്. ഇതിൽ രോഗി 2 കയറുകൾ പുള്ളിയിൽ ഘടിപ്പിച്ചിട്ട് ഈ രീതിയിൽ ചലിപ്പിക്കുമ്പോൾ മസിൽ സ്ട്രെങ്ത്, റേഞ്ച് ഓഫ് മോഷൻ തിരിച്ചു കിട്ടുന്നതാണ്. ഇത്തരം ഒരു വീൽ രോഗി മുറുകെ പിടിച്ചിട്ട് രോഗി അതിനെ കറക്കുമ്പോൾ അതിൽ 2 രീതിയിൽ, ഒന്ന് മസിൽ പവർ കിട്ടാനും രണ്ടാമത്തത് റേഞ്ച് ഓഫ് മോഷൻ നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഇതൊരു ആക്റ്റീവ് അസിസ്റ്റഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. ഇതിലൂടെ രോഗിക്ക് റേഞ്ച് ഓഫ് മോഷനും മസിൽ സ്ട്രെങ്ത്തും തിരിച്ചു കിട്ടാൻ വളരെ എളുപ്പമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ഈ ടെറാ ബാൻഡ്. ഇതിൽ ഒരു ഇലാസ്റ്റിക് ബാൻഡ് രോഗി ഉള്ളോട്ട് വലിക്കുന്നു, ഇന്റേണൽ റൊട്ടേഷൻ മസിലിലേക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ രോഗിക്ക് ഉള്ളോട്ടുള്ള മസിലുകൾക്കുള്ള ശക്തി പ്രധാനമായി ലഭിക്കുന്നു. അതേപോലെ തന്നെ ഈ രീതിയിൽ വലിക്കുമ്പോൾ രോഗിക്ക് എക്സ്റ്റേണൽ റൊട്ടേഷൻ എന്ന ചികിത്സയിലേക്കും അത് മസിൽ സ്ട്രെങ്തനിങ് എന്ന രീതിയിൽ വളരെ ഗുണകരമാണ്. ഇത്തരം ചികിത്സാ രീതികളിലൂടെ ഓപ്പറേഷന് ശേഷം രോഗിക്ക് പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കൂടുതൽ ശക്തിയോടെ സ്പോർട്സിലും സാധാരണ ജീവിതത്തിലും എല്ലാ മേഖലകളിലും ഇടപെടാൻ പറ്റുന്നതാണ്.